നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് പുതുവർഷത്തെ കുറിച്ചാണ്. നമ്മളെ പുതുവർഷം എങ്ങനെയായിരിക്കും? പുതുവർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ പുതുവർഷം ആയില്ലേ, ഇപ്പോൾ ഇത്രയും ജൂലൈ ഓഗസ്റ്റ് ആയിട്ടും പുതുവർഷം ആയില്ലേ എന്നൊക്കെ ചിന്തിക്കും. പുതുവർഷം എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും പുതുവർഷമായി ആചരിക്കുന്നത് ജനുവരി 1 തൊട്ട് ഡിസംബർ വരെയാണ് ഒരു വർഷമായിട്ട് ആചരിക്കണേ. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം 1 തൊട്ട് മീനം വരെ. പക്ഷേ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം തൊട്ടാണ്. ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെയാണ് മലയാളികളുടെ പുതുവർഷം. ഇപ്പോൾ പുതുവർഷം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആരംഭിക്കുകയാണ്. പുതുവർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. 1199 ആണ്ട് തീർന്ന് 1200 ആണ്ട് ആരംഭിക്കുകയാണ്. അതായത് പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് മലയാളികളുടെ വർഷം. മലയാള വർഷം പുതു നൂറ്റാണ്ടിലേക്ക് കയറുകയാണ്, 1200 ആണ്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ പുതുവർഷം ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ചാനലിലൂടെ പരിശോധിച്ച് വരണേ. ഇന്ന് നമുക്ക് വൃശ്ചിക രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രങ്ങൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട, ഈ 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് കുറച്ച് പീരീഡുകളായിട്ട് അത്ര നല്ല സമയമല്ല. കഴിഞ്ഞ വർഷത്തെ ഫലത്തെ ചിന്തിച്ചാലും നിങ്ങൾക്ക് അത്ര നല്ല ഫലത്തെ കൊടുക്കുന്ന സമയമല്ലായിരുന്നു. പക്ഷേ ഈ വർഷം, അതായത് 1200 ആണ്ട് നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർ നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾ ശ്രമിക്കുക, വിവാഹം നടക്കും. അതുപോലെ ജീവിത പങ്കാളിക്ക് പുരോഗതി ഇല്ലാതിരിക്കുന്നവർക്ക്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലിയില്ല, ജോലി കിട്ടുന്നില്ല, എൻ്റെ ഭർത്താവിന് നല്ല ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് ശ്രമിക്കുന്നു കിട്ടുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടും. കുടുംബത്തിനകത്ത് കുറച്ചുകൂടി ഐക്യവും ദൃഢതയും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പീരീഡ് കുറച്ച് ഐക്യക്കുറവൊക്കെ വരേണ്ട സമയമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റം വന്ന ഐക്യം ഉണ്ടാവും. അതുപോലെ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് ശാരീരിക അസ്വസ്ഥതയ്ക്ക് ശമനം വരും. അപ്പോൾ ശത്രുതയും അസ്വസ്ഥതയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസ്, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ട കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പീരീഡെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാവുന്ന സമയമാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്തു പോകും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി പ്രധാനമായിട്ട് 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുകയാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴം ദൃഷ്ടി ചെയ്താൽ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ ദൃഷ്ടി കൊണ്ട് ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. ഭഗവാൻ നോക്കി നിൽക്കുകയാണ്. അതുപോലെ ഓരോ കാര്യത്തിന് ധൈര്യമായിട്ട് ഇറങ്ങുക. കഴിഞ്ഞ പീരീഡിൽ നമുക്ക് എവിടെ ഇറങ്ങിയ തടസ്സം ഉണ്ടായെങ്കിൽ ഇനി അതൊക്കെ വിജയിക്കുന്ന കാലഘട്ടം തന്നെയാണ്. എല്ലാ രീതിയിലുള്ള പുരോഗതിയും നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ 1 മണിക്കൂറോളം സമയമെടുത്താണ് ലൈവ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ലൈവിലൂടെ പറയും.
അപ്പോൾ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ഇടുന്ന വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് ലഭ്യമാവുകയുള്ളൂ. അതുപോലെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഓരോ ദോഷമായാലും നല്ലതായാലും നമുക്ക് ലഭിക്കാൻ വേണ്ടി അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വൃശ്ചിക രാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.